തടസ്സങ്ങൾ ഇപ്പോൾ പല പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മളെ ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ജോലി നേടാൻ പറ്റാതിരിക്കുക, ജോലി ലഭിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും വഴക്കിടുന്നുള്ള സുഹൃത്ത് ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഇതുകൊണ്ടൊക്കെ നമുക്ക് പലതരം തടസ്സങ്ങളുണ്ടാവും. അതേപോലെ തന്നെ പഠനകാര്യങ്ങളിൽ പിന്നിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര നിരാശ വരും. അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് തടസ്സമായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഞാനെന്താ ഇങ്ങനെ പിന്നോട്ട് പോകുന്നു, എനിക്കെന്താ ഇങ്ങനെ ഒന്നും മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ കൂടി ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരാൾക്ക് മാത്രമല്ല, തടസ്സങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ തന്നെ നമുക്കിപ്പോൾ ഉണ്ടാവുന്ന വിഷയങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ കണ്ണേറ് കൊണ്ടുണ്ടാവാം, സിഹിർ കൊണ്ടുണ്ടാവാം, മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം, ആളുകളുടെ അസൂയ കൊണ്ടുണ്ടാവാം, പാരവെപ്പുകൾ കൊണ്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് തന്നെയുള്ള കഴിവുകേട് കൊണ്ടുണ്ടാവാം. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തിക്ക് നമ്മൾ ഏബിൾ അല്ലെങ്കിൽ അതിന് നമ്മൾ പഠിച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഒക്കെ നമുക്ക് തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ആ യഥാർത്ഥ വിഷയം മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് പ്രധാനം. അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് നമുക്കങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ നിരാശപ്പെട്ട് അതിനിങ്ങനെ പിന്നോട്ട് പോയി ഞാൻ എന്ത് ചെയ്താലും മുന്നോട്ട് പോകുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല, ആ ഒരു വാദത്തിൽ തന്നെ ഉറച്ചു നിന്ന് നമ്മൾ പ്രവൃത്തിയിൽ നമ്മൾ ശ്രമിക്കാതിരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര തടസ്സങ്ങൾ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനം.